ചില കഥകളുണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അത് നമ്മുടെ മുന്നിലെത്തുന്നത്. അതുപോലെ ഒന്നാണ് ഒരു ഹെഡ്മാസ്റ്ററുടെ വിടവാങ്ങൽ കുറിപ്പിൽ നിന്ന് കിട്ടിയ ഈ കഥ. ആ കുറിപ്പ് തുറന്നു വെക്കുന്നത് വെറുമൊരു സ്കൂളിന്റെ ചരിത്രമല്ല, മറിച്ച് ഒരു നാടിന്റെ കൂട്ടായ്മയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഒരു വലിയ കഥയാണ്. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനത്തിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ വാക്കുകളാണ്. ഇന്ത്യയിലെ കേരളത്തിൽ 114 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ അസീസ് മാസ്റ്റർ എഴുതിയൊരു കുറിപ്പാണിത്. ഈ വാക്കുകൾക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇതാണ് അസീസ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ കുറിപ്പുണ്ടല്ലോ, അതൊരു സാധാരണ യാത്രയയപ്പ് കത്തല്ല, മറിച്ച് ഒരു അസാധാരണ സ്ഥാപനം നേടിയെടുത്ത നേട്ടങ്ങളുടെ എല്ലാം ഒരു നേർസാക്ഷ്യമാണ്. ആ സ്ഥാപനം എങ്ങനെയാണ് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ സ്കൂളിന്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ഒരു ആദ്യത്തേത് എന്ന പാരമ്പര്യം തന്നെ ഈ സ്കൂളിനുണ്ട്. അതായത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങളും തുടങ്ങിവെച്ചത് ഇവരായിരുന്നു. എങ്ങനെയാണിവർ മറ്റുള്ളവർക്ക് വഴികാട്ടിയായതെന്ന് കാണാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങിവെച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സ്കൂൾ. തുടക്കം മുതലേ അവർ എത്രത്തോളം പ്രായോഗികമായ ജീവിത നൈപുണ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? വെറും പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ളൊരു വിദ്യാഭ്യാസമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുമാത്രല്ല, ചരിത്രത്തിനും സംസ്കാരത്തിനും കൊടുത്ത പ്രാധാന്യം നോക്കണേ. പ്രൈമറി സ്കൂളുകളിൽ ആദ്യമായിട്ട് ഒരു ഹെറിറ്റേജ് മ്യൂസിയം. ശരിക്കും ചെറിയ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ളൊരു ബോധം വളർത്താൻ ഇതിലും നല്ലൊരു വഴിയുണ്ടോ? ഇത് വെറുമൊരു ബസ്സിന്റെ കഥയല്ല, അതിലുപരി ഈ സ്കൂള് ഒരു കുന്നിന്റെ മുകളിലാണ്. അപ്പോ അങ്ങോട്ടേക്ക് ഈ ബസ് എത്തണമെങ്കിൽ റോഡിന് വീതി കൂട്ടണമായിരുന്നു. അതിന് മുൻകൈ എടുത്തത് ആരാണെന്നോ? അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ചേർന്നാണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഇവിടെ കാണുന്ന ഓരോ നേട്ടത്തിന് പിന്നിലും ആ നാടിന്റെ മുഴുവനൊരു പരിശ്രമമുണ്ട്. തീർന്നില്ല, ഈ സ്കൂളിന്റെ പുതുമകൾ ഇനിയുമുണ്ട്. അക്ഷയ IT പ്രസ്ഥാനം വന്ന ആ കാലഘട്ടത്തിൽ തന്നെ ജില്ലയിൽ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയത് ഇവരാണ്. അത് കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ ടർഫ്. ഓരോ ചുവടും ശരിക്കും മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയായിരുന്നു. അപ്പോ ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഇതിനെല്ലാം പിന്നിലെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സ്കൂൾ ആ സമൂഹത്തിന്റെ തന്നെ ഒരു ഹൃദയമായി മാറിയതെന്ന് നമുക്ക് കാണാം. തുടർച്ചയായി 3 വർഷം ജില്ലയിലെ ഏറ്റവും മികച്ച PTA-ക്കുള്ള അവാർഡ് ഈ സ്കൂളിനായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രക്ഷിതാക്കൾ എത്രത്തോളം ആക്റ്റീവായിരുന്നു എന്ന്. ഇതൊരു പേരിന് മാത്രമുള്ളൊരു രക്ഷാകർതൃ സംഘടനയല്ലായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ PTA-യിലെ പ്രവർത്തനം വെറും കുട്ടികളുടെ കാര്യത്തിൽ ഒതുങ്ങിയില്ല. ആ നാട്ടിലെ മുതിർന്നവർക്കു വേണ്ടി പബ്ലിക് സർവീസ് പരീക്ഷകൾക്ക് സൗജന്യ കോച്ചിംഗ് ക്ലാസുകൾ വരെ അവർ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊരു സ്കൂൾ എന്നതിലുപരി ഒരു സാമൂഹിക കേന്ദ്രമായി മാറുകയായിരുന്നു, അല്ലേ? ഈ 2 ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. ഒരു വശത്ത് കുട്ടികളുടെ അസംബ്ലി, അവരുടെ കൂട്ടായ്മ. മറുവശത്ത് നോക്കിയാലോ, അവിടുത്തെ അധ്യാപകർക്ക് ആധുനിക AI വരെ ട്രെയിനിങ് കൊടുക്കുന്നു. അതായത് കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും ഒരുമിച്ച് വളരുന്ന ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോ ആരായിരുന്നു ഈ വിജയത്തിന് പിന്നിൽ? ആ നെറ്റ്വർക്ക് എത്ര വലുതായിരുന്നു എന്ന് നോക്കൂ. PTA, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, പിന്നെ മദർ ടീച്ചർ അസോസിയേഷൻ, പഴയ വിദ്യാർത്ഥികളുടെ സംഘടന. അതുമാത്രമല്ല, ആ നാട്ടിലെ സാധാരണക്കാരായ വ്യാപാരികൾ, ഡ്രൈവർമാർ, ഡോക്ടർമാർ എല്ലാവരും ഈ സ്കൂളിന്റെ ഭാഗമായിരുന്നു. ഇതൊരു സ്കൂളിന്റെ മാത്രം കഥയല്ല, ഇതൊരു നാടിന്റെ കൂട്ടായ മുന്നേറ്റത്തിന്റെ കഥയാണ്. ഇവിടുത്തെ പഠനം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയില്ല. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി തെരുവ് നാടകങ്ങൾ കളിക്കാനും ഈ കുട്ടികൾ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഹരിത വിദ്യാലയം എന്ന റിയാലിറ്റി ഷോയിൽ വരെ പങ്കെടുത്ത് സാമൂഹികവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളിലും അവർ സജീവമായി ഇടപെട്ടു. അപ്പോ ഇത്രയും വലിയൊരു ചരിത്രമുള്ള ഈ സ്കൂൾ ഭാവിയെ എങ്ങനെയാണ് കാണുന്നത്? 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികൾ നേരിടാൻ കുട്ടികളെ എങ്ങനെയാണ് ഇവർ തയ്യാറെടുപ്പിക്കുന്നത്? അത് കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ടെക്നോളജിയുടെ പ്രാധാന്യം എത്രയോ മുൻപേ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ ആദ്യത്തെ പടിയായിരുന്നു ഈ കമ്പ്യൂട്ടർ ലാബ്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിൽ ഇത് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില്, അതായത് AI-ല് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓർക്കണം, ഇതൊരു ഗവൺമെന്റ് പ്രൈമറി സ്കൂളാണ്. എഡ്യൂക്കേഷൻ ടെക്നോളജിയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ പോലും അവർ എത്ര പെട്ടെന്നാണ് ഉൾക്കൊള്ളുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പഠനത്തിൽ മാത്രമല്ല,
കായികരംഗത്തും അവർ ഒട്ടും പിന്നിലായിരുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന ഫുട്ബോൾ ടർഫ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പ്രൈമറി സ്കൂളില് സ്വന്തമായൊരു വാന നിരീക്ഷണ കേന്ദ്രം, അതും വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു സെലസ്റ്റിയൽ ടെലിസ്കോപ്പ് വെച്ചിട്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള കുട്ടികളുടെ ആ ഒരു ആകാംക്ഷയെ വളർത്താൻ ഇതിൽ നല്ലൊരു വഴി വേറെയുണ്ടോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഇത് ഏതെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ മാത്രം വിജയമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹം മുഴുവൻ ഒന്നിച്ചു നിന്നപ്പോഴുണ്ടായ വിജയമാണ്. സ്കൂളും ഗവൺമെന്റും PTA പോലുള്ള സംഘടനകളും പിന്നെ ആ നാടും എല്ലാരും കൈകോർത്തപ്പോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കൂ. 3 നില കെട്ടിടം വന്നു, ലൈബ്രറി വന്നു, CCTV ക്യാമറകൾ വെച്ച് സുരക്ഷ ഉറപ്പാക്കി. ഇതെല്ലാം ആ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അവസാനം നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്, അസീസ് മാസ്റ്ററുടെ ആ വാക്കുകളിലേക്ക്. അഭിമാനത്തോടെ വിടവാങ്ങുകയാണ്, എല്ലാ നേട്ടങ്ങളിലും എന്റേതായ പങ്കുവഹിക്കാനായി എന്ന ചാരിതാർത്ഥ്യത്തോടെ തന്നെ. ഈ വാക്കുകളിലൊരു ജീവിതകാലത്തെ അധ്വാനത്തിന്റെ സംതൃപ്തിയും ആ നാടിനോടുള്ള സ്നേഹവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെ, ഇന്ന് ഈ സ്കൂൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ അതൊരു കെട്ടിടം മാത്രമല്ല, അതൊരു നാടിന്റെ മുഴുവൻ സ്വപ്നമാണ്, അവരുടെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ഇത് ഒരാളുടെ മാത്രം പാരമ്പര്യമല്ല, ഒരു സമൂഹം ഒരുമിച്ച് നേടിയ വിജയത്തിന്റെ കഥയാണ്. അപ്പോ അവസാനമായി എന്റെ ചോദ്യം ഇതാണ്: ഒരു സാധാരണ സർക്കാർ സ്കൂളിന് ഒരു നാടിന്റെ പിന്തുണ കിട്ടിയാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം ഇനി വേണോ? കേരളത്തിലെ ഈ ഒരു സ്കൂളിന്റെ കഥയിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്താണ് പഠിക്കാനുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.